ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം നമുക്ക് ഇന്നലെ ഉണ്ടായി. ശ്രീഹരിക്കോട്ടയിൽ ഒരു വിക്ഷേപണം നടന്നു. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ ആദ്യപടിയായ PSLV C-60 സ്പെഡക്സ് വിക്ഷേപണം വിജയകരമായി നടന്നു ഇന്നലെ രാത്രി. 2 പേടകങ്ങളെയും PSLV C-60 കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു കഴിഞ്ഞു. ജനുവരി 7-ാം തീയതി അടുത്ത മാസം 7-ാം തീയതി ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പറയുകയും ചെയ്തു. വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് യു ISRO. 5, 4, 3, 2, 1, 0. 10 മിനിറ്റും 15 സെക്കൻഡും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾ 2 പേടകങ്ങളിലാക്കി PSLV C-60 കുതിച്ചുയർന്നു. കൃത്യം 15 മിനിറ്റിനുള്ളിൽ 2 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിലെത്തിച്ചു. ISROയ്ക്ക് ഇത് ചരിത്ര നിമിഷം. ISRO has got its own space docking experiment. Do continue to follow the social media handles of ISRO for the updates on the space. SDX-1, SDX-2 എന്നീ ഉപഗ്രഹങ്ങളെ 476 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എത്തിച്ചത്. ഇനി പതിയെ ഇവ തമ്മിലുള്ള അകലം കുറച്ച് ഒന്നിച്ചു ചേർക്കുന്നതാണ് സ്പേസ് ഡോക്കിംഗ്. ജനുവരി 7-ന് ഡോക്കിംഗ് നടക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. 220 കിലോഗ്രാം ഭാരമുള്ള 2 ഉപഗ്രഹങ്ങളെയാണ് വിക്ഷേപിച്ചത്. 475 കിലോമീറ്റർ ഉള്ള ഒരു വൃത്താകാരമായ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചു. അപ്പോൾ ഈ ഭ്രമണപഥത്തിലാണ് ഈ 2 ഉപഗ്രഹങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ ഡോക്കിംഗ് നടത്താൻ പോകുന്നത്. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇന്ത്യ ലക്ഷ്യമിടുന്ന സ്വന്തം ബഹിരാകാശ നിലയത്തിനും ചാന്ദ്രയാൻ, ഗഗൻയാൻ ദൗത്യങ്ങൾക്കും ഇത് കരുത്താകും. 24 പേലോഡുകളും ഉപഗ്രഹങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ഇനി 8 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിനപ്പുറം സ്പേസ് ഡോക്കിംഗ് പൂർത്തിയാക്കി ബഹിരാകാശ വമ്പന്മാരുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേരുകൂടി എഴുതി ചേർക്കപ്പെടും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. ഈ ദൗത്യം വിജയിച്ചു കഴിഞ്ഞാൽ വമ്പന്മാരുടെ നിരയിൽ നമ്മുടെ സ്ഥാനം 4ാമതാവും. ലോകത്ത് ഇത്തരം ദൗത്യങ്ങൾ ചെയ്യുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എന്നുള്ളത് ചെറിയ കാര്യമല്ല. ISROയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. 7-ാം തീയതി ഈ വിക്ഷേപണം പൂർണ്ണ വിജയത്തിലേക്ക് എത്തട്ടെ എന്നുകൂടി 24 ആശംസിക്കുന്നു.